ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോയിലെ ഇന്നത്തെ താരം ഇതാ ബേക്കിംഗ് സോഡ ആണ് കേട്ടോ. ബേക്കിംഗ് സോഡ അഥവാ അപ്പസോഡ, അപ്പക്കാരം, സോഡാക്കാരം, അങ്ങനെ പല പേരുകളിലാണ് ഈ ബേക്കിംഗ് സോഡ അറിയപ്പെടുന്നത് അല്ലേ. ബേക്കിംഗ് സോഡ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുക്കിങ്ങിനായാലും ക്ലീനിങ്ങിനൊക്കെ നല്ലൊരു ഇതാണ് ബേക്കിംഗ് സോഡ. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് പച്ചക്കറി തോട്ടത്തിലാണ് കേട്ടോ. വലിയ പച്ചക്കറി തോട്ടം എന്നല്ല, ചെറുതാണെച്ചാലും നമ്മളത് നല്ലപോലെ നോക്കണം എന്നാണല്ലോ, എന്നാലല്ലേ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ എല്ലാ തരത്തിലുള്ള കീടങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ സോഡിയം കാർബണേറ്റ് അഥവാ ബേക്കിംഗ് സോഡ. അപ്പോൾ അത് നേരിട്ട് ചെടിയിൽ തെളിക്കാനൊന്നും പാടില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കീടനാശിനി ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് അപ്പസോഡ തന്നെയാണ്. ഞാനിവിടെ 4 ലിറ്റർ വെള്ളത്തിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ചെറിയ സ്പൂണിൽ ഒരു സ്പൂണാണ് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബാർ സോപ്പാണ്. ബാർ സോപ്പ് തന്നെ വേണം. ഡിറ്റർജൻറ്റ് സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് പൊടിയോ പാത്രം കഴുകണ ലോഷനോ ഒന്നും പാടില്ല കേട്ടോ. ലിക്വിഡൊന്നും പാടില്ല. ഈ ബാർ സോപ്പ് തന്നെ ഞാനൊരു കുഞ്ഞ് കഷ്ണമാണ് എടുത്തിട്ടുള്ളത്, അലിയിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പിന്നെ നമുക്ക് വേണ്ടത് പാചക എണ്ണയാണ്. പാചക എണ്ണ നമുക്ക് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് വിനാഗിരിയാണ് വേണ്ടത്. വിനാഗിരിയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില സസ്യങ്ങളെ തഴച്ച് വളരാനൊക്കെ സഹായിക്കും. പിന്നെ അസിഡിറ്റി ഉള്ള മണ്ണ് ചില സസ്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് അല്ലേ. അതിന് നമുക്കിത് വിനാഗിരി വെള്ളത്തിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താലൊക്കെ നല്ലൊരു ഇതാണ്. അസിഡിറ്റി ആക്കാം മണ്ണ്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കാതെ ഒഴിച്ചെടുക്കാനും പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് ബാർ സോപ്പ്, ഈ ഡിഷ് വാഷ് സോപ്പൊക്കെ നമുക്ക് നല്ലതാണ് ചെടികളിൽ. പക്ഷേ കീടങ്ങളൊക്കെ നിയന്ത്രിക്കും, പക്ഷേ ചെടികൾക്കും ദോഷം ചെയ്യും കൊണ്ടാണ് നമ്മൾ ഡിഷ് വാഷ് സോപ്പൊന്നും ഉപയോഗിക്കാത്തത്. ബാർ സോപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. പാചക എണ്ണ നമ്മൾ പാം ഓയിലൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. മറ്റേ നല്ലെണ്ണ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല. വിനാഗിരി നമുക്കൊരു സ്പൂണിൻ്റെയാണ് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ആ ലായനി ജൈവ കീടനാശിനി തയ്യാറാക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ജൈവ കീടനാശിനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ എല്ലാ തരം കീടങ്ങളെയും ഇത് ബേക്കിംഗ് സോഡ കൊണ്ട് മാറ്റാൻ പറ്റും. ഈ ചാഴി, മുഞ്ഞ, പിന്നെ ചിത്രകീടം, ഈ ഒരു ഇതുണ്ടല്ലോ വെട്ടീച്ച, അങ്ങനെയൊക്കെയുള്ള വെള്ളീച്ച, അങ്ങനെ പല ഇത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ നമ്മുടെ ചെടികളുടെ ഇലയൊക്കെ വന്ന് നശിപ്പിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഉപകാരമാണ് കേട്ടോ ഈ ഒരു ജൈവ കീടനാശിനി. അപ്പോൾ ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഒഴിച്ചിട്ട് പിന്നെ സോപ്പ് ലായനി ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാണ് ഞാൻ സോപ്പ് ലായനി റെഡിയാക്കിയത്. പിന്നെ ഇതാ പാചക എണ്ണ ഒരു സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതെണ്ണയാണെന്ന് വെച്ചാൽ അതാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. വിനാഗിരി നമ്മളിപ്പോൾ ചേർക്കാൻ പാടില്ല. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുമ്പോൾ കണ്ടില്ലേ, സോപ്പ് ലായനിയൊക്കെ ഉള്ളത് കൊണ്ട് ഇതാ നല്ല പതച്ചങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ആക്കണം. ഇത്തിരി കുറഞ്ഞു പോയാൽ ആ എണ്ണ ഇങ്ങനെ പാറി നിൽക്കും അതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒന്നും അതിൻ്റെ വേണ്ട ഗുണം കിട്ടില്ല. സോപ്പ് നമ്മൾ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ചെടികളിൽ കീടനാശിനി സ്പ്രേ ചെയ്യുമ്പോൾ ആ ഇലകളിൽ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതാ ബക്കറ്റിൽ വെള്ളത്തിൽ ഞാനിതാ ഒരു 4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കിത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് കലക്കുകയാണ്. ഞാൻ ഈ പാത്രം ഉപയോഗിച്ചിട്ട് തന്നെ അങ്ങോട്ട് കലക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 4 പ്രാവശ്യം ഈ കപ്പിൽ ഇതെടുത്തിട്ട് ഒന്നിങ്ങനെ ആറ്റിയാൽ തന്നെ ശരിയാവും കേട്ടോ. അത് നല്ലോണം മിക്സായി വരും. മിക്സ് ആക്കാതെ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോണത് വിനാഗിരിയാണ്.
ഇനി വിനാഗിരി ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അതാ ഒരു സ്പൂണിൽ വിനാഗിരി ഒഴിച്ചെടുക്കണം. ഞാൻ വീഡിയോ ഒക്കെ വോയിസ് കൊടുക്കണം. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിട്ട് കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വോയിസ് കൊടുക്കണേലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇനി ഞാനിതാ ഒരു കുപ്പിയാണ് എടുക്കുന്നത് സ്പ്രേയറായിട്ട്. എൻ്റെ സ്പ്രേയറൊക്കെ മക്കൾ 15 ദിവസം കൊണ്ട് കേടുവരുത്തിയിട്ട് അമ്മു. അപ്പോൾ ഇനി അത് പുതിയത് വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ പഴയ കുപ്പി തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പിൽ ഒരു 4-5 ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂചി പിന്നും കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഹോള് മതി, 4 നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു കുപ്പി ഒഴിച്ചിട്ട് ഞാനിപ്പോൾ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. നല്ല തണുപ്പുള്ള സമയത്ത് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ജൈവ കീടനാശിനി ഇലകളിലൊക്കെ തെളിക്കുമ്പോൾ ഇത് എന്താ പറയുക, വെയിലൊക്കെ ആറി നല്ലൊരു തണുപ്പുള്ള സമയത്തൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്തിരി തണുപ്പത്ത് നിൽക്കുന്ന ചെടികൾക്ക് മാത്രം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. താഴത്തൊക്കെ മൊത്തം കരിഞ്ഞ് പോയ കറിവേപ്പിലേനെ ഞാൻ ഇതാ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വേപ്പെണ്ണ എമൽഷനും ഒക്കെ കൊടുത്തപ്പോൾ കണ്ടില്ലേ, ഇലകൾക്കൊന്നും ഇപ്പോൾ ചെറിയൊരു കേട് പോലും ഇല്ല. അപ്പോൾ ഇനി ഒരു കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതിൽ ഈ കീടനാശിനി കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇത്തിരി കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനെ കണ്ടമാനൊന്നും ചേർത്തിട്ടില്ലല്ലോ. കൃത്യം അളവിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ജൈവ കീടനാശിനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സ്പ്രേ എത്ര ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മുളക് ചെടിയിലൊക്കെ പൂക്കളൊക്കെ നിറയെ വരുന്നുണ്ട്. പക്ഷേ ഇലയ്ക്കൊക്കെ ഒരു ജാതി കുരുടിപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് ആ ഇലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ തന്നെയാണ് നമുക്ക് അതിൽ നിറയെ കായൊക്കെ വരുള്ളൂ. അപ്പോൾ അത് ആഴ്ചയിലൊരു വട്ടം ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഒരു 15 ദിവസം കൂടുമ്പോൾ വേപ്പെണ്ണ എമൽഷനോ അല്ലെങ്കിൽ ഇതാ ഈ ബേക്കിംഗ് സോഡ ഇത് ലായനിയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടികളുടെ ചെടികൾക്കോ ഒരു ദോഷം ഇല്ലാതെ നല്ല പോലെ പൂവും കായൊക്കെ ഉണ്ടാവും കേട്ടോ ചെടികളിൽ. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളീച്ചയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുന്നതിൻ്റെ മുന്നേ ചെയ്താൽ ഒരു കുഴപ്പമില്ല. അത് മൊത്തം ഇലകളിൽ അടിഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചെടി കളയല്ലാതെ നമുക്ക് യാതൊരു മാർഗ്ഗവും ഇല്ലാന്ന് വരും കേട്ടോ. അപ്പോൾ ഇനി കുറേ ചെടികൾക്ക് എനിക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇത് ഫുള്ള് വീഡിയോയിൽ കാണിക്കണമൊന്നുമില്ല കേട്ടോ. വീഡിയോ വലിച്ച് നീട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ല പൊങ്കാല കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറയ്ക്കുകയാണ് കേട്ടോ. ഞാൻ മുഴുവൻ ചെടികളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പയറിൻ്റെ ഇലയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു മഞ്ഞ കളർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അടിച്ചെടുക്കുകയാണ്. ചാഴി മുന്നേയൊക്കെ ഞാൻ അന്ന് വേപ്പെണ്ണ എമൽഷൻ ചെയ്തപ്പോൾ തന്നെ ഫുള്ളായിട്ടാണ് പോയി കിട്ടിയിട്ടോ. അപ്പോൾ അതാ നിറയെ പയറും പൂവൊക്കെ ഉണ്ട് ഇതിൽ. ഞാൻ കുറേ കമ്പും കോലൊക്കെ വെച്ചങ്ങനെ കയറൊക്കെ ഇട്ട് സെറ്റാക്കിയൊക്കെയാണ്. പന്തലൊന്നല്ല കേട്ടോ. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.